ചെറുപ്പക്കാരനും ഓരോ സുവിശേഷകനാണ്. നമുക്കൊക്കെ ഒരു മിഷനുണ്ട്, നമുക്കൊരു ദൗത്യമുണ്ട് എന്നുള്ള വലിയ ചിന്ത, ഉൾക്കാഴ്ച നമ്മളെപ്പോഴും ഭരിക്കണം. നാം അയച്ചിരിക്കുന്നു, വി ആർ സെൻഡ്, വി ആർ കോൾഡ് ആൻഡ് വി ആർ സെൻഡ് എന്നുള്ള ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ ഇടവകയിലും നമ്മുടെ ഇടവ മിഷൻ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു. മാസത്തിൽ ഒരു മീറ്റിംഗ് ആണ് നമ്മുടെ ഇടവ മിഷനുള്ളത്. ഇടവ മിഷൻ ഇത് സീനിയേഴ്സിൻ്റെ ഒരു കൂടിവരവല്ല. വി ഹാവ് അനദർ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് സീനിയർ ഫെലോഷിപ്പ്. സോ ഇടവ മിഷൻ ഈസ് നോട്ട് എ സീനിയേഴ്സ് ഫെലോഷിപ്പ്. ഇടവ മിഷൻ എല്ലാവരുടെയും ഒരു സംഘടനയാണ്. ഇടവകയിലെ എല്ലാവരുടെയും സംഘടനയാണ് ഇടവ മിഷൻ എന്നുള്ള ബോധ്യമുണ്ടാകണം. പ്രായമായവരുടെ ഒരു കൂടിവരവല്ല. അതുകൊണ്ട് ഒരുമിച്ച് ഇടവകയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ, കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ തക്കോണം, അതിലുപരി കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ തുടർന്നും അനുഗ്രഹീതമായി ഇടവ മിഷനിൽ പ്രവർത്തിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് സന്നദ്ധ സുവിശേഷ സംഘമായി ആചരിക്കുന്ന ദിവസം ഇടവകയിലെ നമ്മുടെ ആരാധനയിൽ നമ്മുടെ സന്നദ്ധ സുവിശേഷ സംഘങ്ങളാണ് അതിന് വിവിധ തരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായി ഇന്ന് വചനധ്യാനത്തിനായിട്ട് നമ്മോട് കൂടിയുള്ളത് ശ്രീ രാജേഷ് മാത്യു ആണ്. രാജേഷ് മാത്യു നമ്മുടെ ഭദ്രാസന സെക്രട്ടറിയായി, സന്നദ്ധ സുവിശേഷ സംഘം സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അദ്ദേഹം ഫീനിക്സ് ഇടവക്കാരനാണ് എന്നുള്ള കാര്യം അറിയാം. അദ്ദേഹത്തിന് നമ്മൾക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ, മുഖവുരകൾ ആവശ്യമില്ല. നമ്മളിൽ ഒരാളെ പോലെ നമുക്കെല്ലാവർക്കും പരിചിതനായൊരു വ്യക്തിയാണ് പ്രിയപ്പെട്ട രാജേഷ് മാത്യു. കഴിഞ്ഞ ദീർഘമായ കാലങ്ങളിൽ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ നേതൃത്വം അദ്ദേഹം വളരെ ഫലകരമായി നിർവഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ നാള് അരിസോണയിൽ വെച്ചുള്ള നമ്മുടെ മീറ്റിംഗ്, സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ കോൺഫറൻസ് വളരെ ഭംഗിയായി അത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുവാൻ തക്കവണ്ണം ദൈവം പ്രിയ മകനിലൂടെ ഇടപെട്ടു. പ്രിയ മകനെ ദൈവം ശക്തീകരിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ നമുക്കൊക്കെ ചിലർക്കൊക്കെ പങ്കെടുക്കുവാൻ സാധിച്ചല്ലോ. അതുകൊണ്ട് അപ്രകാരം ദൈവം എടുത്തുപയോഗിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഇന്നലെ യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഇന്ന് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ആരാധനയിൽ പങ്കെടുക്കുന്നു. വചനധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട രാജേഷ് മാത്യുവിനെ വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. Praise the Lord. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ പറയാൻ വന്ന പല കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞുകൊണ്ട്, അച്ഛൻ പറഞ്ഞ് എനിക്ക് അനുവദിച്ച് തന്ന സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് തീർക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛൻ എനിക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത് ബിറ്റ്വീൻ 20 to 30 minutes ആണ്. സമയത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ പിന്നിലാണ്. അതുകൊണ്ട് ഐ വിൽ ട്രൈ ടു ബി വിത്ത് മൈ ടൈം. Please cooperate with me. സന്നദ്ധ സുവിശേഷക സംഘം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് എത്ര വർഷമായി ചോദിച്ചാൽ എത്ര പേർക്കറിയാം? 100 വർഷം കഴിഞ്ഞു. 100 വർഷം കഴിഞ്ഞു, ഏതാനും മാസങ്ങളായി. 100 വർഷം കണ്ടവരോ അടുത്ത 100 വർഷം കാണാനുള്ളവരോ ഈ കൂട്ടത്തിൽ ഉണ്ടാവട്ടെ. കണ്ടവരില്ല, ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കാണുമെന്ന് സംശയമാണ്. കാരണം തന്നെത്താൻ കുറേ മറ്റുള്ളവരെ ഉയർത്തുകയും ചെയ്യണമെന്നാണല്ലോ വചനം പറയുന്നത്. ഏറ്റവും സ്നേഹമുള്ള സിജു അച്ഛൻ, ഇന്ന് വേദിയിൽ ആയിരിക്കുന്ന റിട്ടയർഡ് ഇ.ടി. മാത്യു അച്ഛൻ, ഇടവ മിഷൻ പ്രവർത്തകർ, ഇടവകയുടെ ചുമതലക്കാർ, ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാ ദൈവജനവുമേ, വീണ്ടും വരുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധനം അറിയിക്കട്ടെ. ഇന്ന് നിങ്ങളെ ലാസ്റ്റിലെ സ്തോത്രാഴ്ചയ്ക്ക് പാടിയ പാട്ട് സത്യത്തിൽ അച്ഛൻ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ അർത്ഥം ഒന്നുകൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് ഈ വചന ശുശ്രൂഷയുമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതിന് മുൻപ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഞാൻ ഇതിൻ്റെ ചില പ്രിപ്പറേഷനിലായിരുന്ന സമയത്ത് ഐ ഗോ ത്രൂ മച്ച് ഡിഫിക്കൽട്ടീസ്.
ഒത്തിരി ആലോചനകളും ചിന്തകളും വിചാരങ്ങളും എന്നെ കുറേ പുറകോട്ട് കൊണ്ടുപോയി. ഒത്തിരി പ്രതികൂലമായ ചില ചിന്തകൾ, ആലോചനകൾ, മനസ്സിനെ പിന്നോട്ട് വലിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഇരുന്ന സമയത്താണ് കഴിഞ്ഞ മുമ്പത്തെ ബുധനാഴ്ച നമ്മുടെ വെസ്റ്റേൺ റീജിയൻ ഹോസ്റ്റ് ചെയ്യുന്ന ബുധനാഴ്ചത്തെ പ്രാർത്ഥന, നിങ്ങൾ ഒത്തിരി പേര് പങ്കെടുക്കുന്നുണ്ടതിൽ എനിക്ക് ഭയങ്കര അസൂയയുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ ആൾക്കാർ പങ്കെടുക്കണം അതിൻ്റെ അകത്ത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അന്ന് വചന ശുശ്രൂഷയ്ക്ക് ഏറ്റിരുന്ന ആൾ പെട്ടെന്ന് ഒരു ഇൻകൺവീനിയൻസ് അറിയിക്കുകയും ആ ഉദ്യമം എനിക്ക് ഏറ്റെടുക്കേണ്ടിയും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ഇങ്ങനെ ചില ചിന്തകളാലൊക്കെ ഇങ്ങനെ ആയിരുന്ന സമയമായിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു കാര്യമായിരുന്നു മൈ ഫസ്റ്റ് ജേർണി, എൻ്റെ വിശ്വാസ യാത്രയിൽ ഞാൻ എവിടെ നിൽക്കുന്നു. അങ്ങനെയാണ് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 1, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു എന്ന വാക്യത്തെ എന്നിലേക്കൊന്ന് അനലൈസ് ചെയ്യുവാനും ഒക്കെ സാധിച്ചത്. ഇന്ന് പാടിയ വരികൾക്കകത്തും അതിനകത്ത് ചില വരികൾ അതുമ്പോൾ അനുബന്ധമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ മെസ്സേജും പ്രിപ്പറേഷൻ ആയിരുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. As you all know, Edavu Mission started in 1924 with the inspirational interest thought prayer by the late Metropolitan Abraham Marthoma. അന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ പ്രതിസന്ധികൾ അന്നുണ്ടായിരുന്നു. എന്നാൽ 100 വർഷം പിന്നിടുമ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. There are 7 whole programs. ഈ ഇടവകയിൽ ആ 7 കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാസത്തിൽ ഒരിക്കലല്ല, എൻ്റെ ഒപ്പീനിയൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് ഇൻ എ മന്ത് അത് കൂടി വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ഭദ്രാസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിപ്പാനും റീച്ചിൻ്റെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിപ്പാനും സാധിച്ചു. അവിടെ നിന്നും ദൈവം തമ്പുരാൻ തന്നിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. ഇന്നത്തെ ചിന്തയ്ക്ക് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. ഇടവ മിഷൻ്റെ പ്രവർത്തനം അച്ഛൻ പറഞ്ഞു എല്ലാ ഇടവ ജനങ്ങൾക്കും പങ്കെടുക്കാം. തീർച്ചയായിട്ടും ഭരണഘടന അനുസരിച്ച് 18 and above ആണ്. എന്നാൽ 18 ബിലോ പിള്ളേരുള്ള വീട്ടിലെ ആൾക്കാരായിരിക്കും പിള്ളേരെ പോകാൻ പാടില്ല എന്നും പറഞ്ഞ് പോകാതിരിക്കരുത്. എവറി വൺ ഹാവ് ടു ബി ജോയിൻ വിത്ത് ഇടവക മിഷൻ. സേവ്യ സംഘത്തിൽ സ്ത്രീകളെ അല്ലാതെ അവരാരും കയറ്റത്തില്ല. സീനിയർ സിറ്റിസൺസ് സീനിയേഴ്സിനെ അല്ലാതെ ആരും കയറ്റത്തില്ല. യുവൻ സെക്രട്ടറിനെ മാത്രമേ അവർ പെർമിറ്റ് ചെയ്യുള്ളൂ. സൺഡേ സ്കൂൾ അങ്ങനെ തന്നെ. ഇടവക മിഷൻ ഓൺലി ദ ഓർഗനൈസേഷൻ ക്യാൻ അക്കോമഡേറ്റ് എവറിബഡി. സോ ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്, ഞാൻ കാണില്ല. ഇത്രയും പേര് ഇവിടെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തമായ നല്ല പിതാവേ, നല്ല ആരാധനയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അടിയനും ഇവിടെ വരുവാൻ തന്നെ നോക്കിയായിട്ട് സ്തോത്രം. അടുത്ത തിരുവചന തണലായിരിക്കുമ്പോൾ കർത്താവിന് കൃപയും സാന്നിധ്യം കൊണ്ടിരിക്കണം. യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമീൻ. ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്. സിയാറ്റിൽ മർത്തമ പാരിഷ് എന്നെ സംബന്ധിച്ച് സംടൈം ഐ ഫീൽ ലൈക്ക് ദാറ്റ് മൈ ഓൺ പാരിഷ്. കാരണം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് സിയാറ്റിൽ എയർപോർട്ടും സിയാറ്റിലെ പല റോഡുകളും ഒക്കെയും ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ നമ്മുടെ ഡയസിഷൻ കോൺഫറൻസിൽ ഈ ഇടവകയിൽ നിന്ന് നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഈ ഇടവകയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനെ ഞാൻ നാട്ടിൽ പോയിച്ച് ലാസ്റ്റ് 22 ജൂലൈയിൽ നാട്ടിൽ പോയിച്ച് വരുമ്പം എല്ലാ വർഷവും പോകുമ്പോഴും ഒരു 5 മണിക്കൂർ എയർപോർട്ടിലുണ്ടാവും ഞാൻ. അപ്പോൾ ആ സമയത്ത് ഇരുന്ന വഴിക്ക് എൻ്റെ യാത്രയിൽ എൻ്റെ മനസ്സിൽ വന്ന ചില വരികൾ ഒരു പാട്ട് രൂപത്തിൽ എഴുതുവാനും, അത് ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, എന്നാൽ ദൈവം അതിന് ഇടവരുത്തി. ഈ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും എൻ്റെ മനസ്സിൽ വേറെ ചില 1-2 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അതൊക്കെയും സാധിച്ചു എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. അപ്പോൾ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ഞാൻ നിൽക്കുന്നത്. അതിനാധാരമായിട്ട് എടുത്തിരിക്കുന്നത് മാർക്ക് ചാപ്റ്റർ 16 വേഴ്സസ് 15 to 16. ഞാൻ തന്നെ വായിക്കാം. ഇഫ് യു ക്യാൻ പ്രൊജക്റ്റ് ഇൻ ദ സ്ക്രീൻ ദാറ്റ് വിൽ ബി അപ്രീഷ്യബിൾ. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനം ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇവിടെ 2 കണ്ടീഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ, ബിലീവ് ഓർ നോട്ട് ബിലീവ്. Throughout the Bible, if you're searching throughout the Bible, we can see the same clause and conditions.
ഏത് വാക്യെടുത്താലും അതിന് 2 ചോദ്യങ്ങൾ അവിടെ തന്നെയുണ്ട്. അല്ലെങ്കിൽ നമ്മളിനിയും വായിക്കുമ്പോൾ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി. എന്നാൽ അവിടെ വിശ്വസിക്കാതിരുന്നു കഴിഞ്ഞാൽ ശിക്ഷാവിധിയുണ്ട്, വിശ്വസിച്ചാൽ ശിക്ഷാവിധിയില്ല. അപ്പോൾ ദാറ്റ് ഫ്രൈസസ് വി ക്യാൻ സീ എവറി വേർഡ് ഇൻ ദ ബൈബിൾ. എടുത്തു നോക്കിയാൽ മതി. ദൈവത്തെ അനുസരിച്ച് ജീവിക്കാത്തവൻ്റെ ശിക്ഷയെക്കുറിച്ച് എന്താണ് എന്ന് നമ്മൾ ഓരത്തെ അനുഭവത്തിൽ കൂടെ ചിന്തിച്ചാൽ മതി. നമ്മളെ വിളിച്ചു ചേർത്തിരിക്കുന്നത് ദ ഹാർവസ്റ്റ് ഇസ് പ്ലെന്റിഫുൾ, വർക്കേഴ്സ് ആർ ഫ്യൂ. സുവിശേഷത്തിന് വേണ്ടി ഇന്ന് ഇറങ്ങിത്തിരിക്കുവാൻ നമുക്ക് മടിയാണ്. പണ്ട് കാലങ്ങളിൽ അമ്മയും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആഗ്രഹിക്കുമായിരുന്നു. മാർത്തോമ സഭയ്ക്ക് നേർച്ചയില്ലാത്തതുകൊണ്ട് പരസ്യമായിട്ട് നേരത്തില്ലായിരുന്നു, എന്നാൽ മനസ്സിൽ ആഗ്രഹിക്കുമായിരുന്നു. എൻ്റെ അമ്മ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ തോന്നിയിട്ടേ ഇല്ലായിരുന്നു. ഈ തോന്നാതെ ഇന്ന് ശുശ്രൂഷയിൽ ആയിരിക്കുന്ന ആൾക്കാരാണ് ഇന്ന് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ഒരു കുഴപ്പവും. എന്നാൽ പിൽക്കാലത്ത് ചില ആലോചനകളെ, തോന്നലുകൾ നമ്മുടെ മനസ്സിനെ ദൈവം മാറ്റിമറിക്കും. ഇടമിഷൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ പ്രവർത്തിച്ച് തുടങ്ങുന്ന സമയം, ആ സമയത്ത് എനിക്ക് വളരെ വലിയ കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എൻ്റെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. ഞാൻ ഈ 12 വർഷ കാലയളവുകളിൽ എല്ലാ ഒക്ടോബർ മാസത്തിൻ്റെയും 1-ാമത്തെ ഞായറാഴ്ച വചന ശുശ്രൂഷയുമായിട്ട് നമ്മുടെ പാരിഷസ് പോകാറുണ്ട്. ഒരിടത്ത് പോലും ഞാൻ എൻ്റെ അനുഭവങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. കാരണം എന്നെക്കാളും അനുഭവം ഉള്ളവരാണ് എന്നെ കേൾക്കുന്നത് എന്നെനിക്കറിയാം. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഐ ആം സോ മച്ച് ഡിസ്ട്രസ്ഡ് ചില കാര്യങ്ങളാൽ. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിനെ പോയ സമയത്ത് ഞാൻ ഒത്തിരി കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയുണ്ടായി. അതിന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഈ വചനത്തിന് മുൻപിലായിരിക്കുമ്പോൾ 2 ആൾക്കാരുമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നു. 2ഉം എനിക്ക് വളരെ സ്നേഹബന്ധമുള്ള ആൾക്കാരായിരുന്നു. ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ ചില കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: വി ഡസൻറ്റ് നോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു. നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല, ബട്ട് അക്കോർഡിംഗ് ടു ദ ലോർഡ്സ് വിൽ ഗോ ഫോർവേഡ്. ഗോഡ് വിൽ ഷോ ദ വേ വെർ വി നീഡ് ടു ഗോ. അപ്പം നമ്മൾ എന്താണ് പ്രതിഫലം എന്ന് നോക്കിയിട്ടല്ല നമ്മൾ മുന്നോട്ടുള്ള കാൽവെപ്പ് നടത്തേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെ ഓർത്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ എന്തായിരിക്കുന്നുവോ, ബി വിത്ത് ദെയർ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. പിന്നിലുള്ളതല്ല നോക്കേണ്ടത്, മുൻപിലുള്ള ലാക്കിലേക്ക് ഓടുമ്പോൾ. അപ്പം എന്നിപ്പോൾ ഞങ്ങൾ പറയുക നമുക്ക് എളുപ്പമാണ്. ഇറ്റ്സ് വെരി ഈസി ടു സേ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഗോ ആൻഡ് റീഡ് ദ ബുക്ക് ഓഫ് ജോനയെക്കുറിച്ച് ഒന്ന് പഠിക്കുവാൻ പറഞ്ഞു. അദ്ദേഹം വായിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ നിരവധി പ്രാവശ്യം അത് വായിച്ചു. 2ാമത് ഒരാളിനോട് സംസാരിച്ചത് ഈ കാലയളവിൽ നമ്മുടെ ആരാധനയ്ക്ക് തടസ്സമാകുന്ന രീതി തന്നെയുള്ള ചില കലാരൂപങ്ങൾ നമ്മുടെ ഇടവകയിലും ഭവനങ്ങളിലും കുടിയേറി പാർത്തിരിക്കുന്ന ഒരു കാലത്താണ് ജീവിച്ചിരിക്കുന്നത്. വേറൊരാളിനോട് സംസാരിച്ചത് നമ്മുടെ ഇടവകയിൽ വരാൻ കാണിക്കുന്ന താല്പര്യത്തേക്കാൾ കൂടുതൽ, പ്രാർത്ഥനയ്ക്ക് പോകാൻ കാണിക്കുന്ന താല്പര്യത്തേക്കാൾ കൂടുതൽ മറ്റ് കൾച്ചർലെസ് എന്ന് ഞാൻ പറയും, എന്നാൽ കൾച്ചർ എന്ന് മറ്റുള്ളവർ പറയും, ആക്ടിവിറ്റിയിലേക്ക് നമ്മുടെ വിശ്വാസത്തെ ചോദന ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ മാറ്റി നിർത്തുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഒരിക്കൽ എന്നെങ്കിലും വരും എന്ന് വിശ്വസിക്കുന്ന ക്രിസ്തുവിനേക്കാൾ ഉപരി ഒരിക്കലും വരാത്ത ചില രൂപങ്ങളുടെ പുറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരാളുമായിട്ട് സംവാദം നടത്തി. ആ സംവാദത്തിൻ്റെ വെളിച്ചത്തിലാണ് 2ാമത്തെ ക്യാരക്ടർ എൻ്റെ ജീവിതത്തിൽ വന്നത്, മേരി ദ മഗ്ദലക്കാരി മറിയെക്കുറിച്ച്. ഈ 2 ഇൻസിഡൻ്റാണ് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ പറഞ്ഞില്ല, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരുടെ ചുരുക്കം. വേലയ്ക്ക് വേണ്ടി ഞാൻ ആരെ അയക്കേണ്ടു എന്ന് ചോദിക്കുമ്പോൾ അടിയനെ അയക്കണമേ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ നിരവധിയുണ്ട്. നമുക്കറിയാം, മഗ്ദലക്കാരി മറിയയുടെ അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഒന്ന് വരട്ടെ. മറിയയോട് ഉണ്ടായ ആ കോൺവെർസേഷന് ശേഷമാണ് ഇന്ന് ഞാൻ പ്രാരംഭമായിട്ട് വായിച്ച വാക്യത്തിൽ കർത്താവ് പറഞ്ഞ്, നിങ്ങൾ ഭൂലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിപ്പീൻ. ആ മറിയയോട് സംസാരിക്കുന്നതിന് മുമ്പുണ്ടായ സാഹചര്യം നമുക്കറിയാം. ഞാൻ ഓടിപ്പോകട്ടെ. മറിയ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഷീ വാസ് ദ ഫസ്റ്റ്, നോട്ട് ദ ലേഡി ഇവാഞ്ചലിസ്റ്റ്, ദ ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് റിട്ടേൺ ഇൻ ദ ബൈബിൾ. കർത്താവിൻ്റെ മരണ പുനരുത്ഥാന സുവിശേഷം ലോകത്തിനെ അറിയിച്ച വ്യക്തി. മറിയ അന്നത്തെ കാലത്ത് വലിയ മഹത്വമുള്ള സ്ത്രീയൊന്നുമല്ലായിരുന്നു. നമ്മൾ വായിക്കുന്ന ഷീ ക്യാരിങ് 7 demons, 7 പാപങ്ങൾ.
എന്ന് വെച്ചാൽ മറത കുട്ടിച്ചാത്തൻ ഇങ്ങനെയുള്ള മറതിയൊന്നുള്ള പാപങ്ങളൊന്നും അല്ലായിരുന്നു. 7 സ്വഭാവ ദൂഷ്യങ്ങൾ മറിയലുണ്ടായിരുന്നു. നമ്മൾ ചിന്തിച്ച് നോക്കണം, നമ്മുടെ ജീവിതത്തിൽ 7-ൽ ഒന്നെങ്കിലും ഉണ്ടോ, അല്ല 700 എണ്ണം ഉണ്ടോ എന്ന്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പഴിചാരി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ മറിയ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് മരണത്തിന് മുമ്പ് ചില പെസഹ വിരുന്ന് നടക്കുമ്പോൾ 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിൻ്റെ മേൽ തൈലം പൂശിയതായിട്ട്. എന്നാൽ പണ്ഡിതാക്കളല്ലാത്തവരും ഒക്കെ പറയും അത് മഗ്ദലക്കാരി മറിയ ഉണ്ടായിരുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ട് എങ്ങും കാണാൻ സാധിച്ചിട്ടില്ല മഗ്ദലക്കാരി മറിയ ഉണ്ടായിരുന്നെന്ന്. പേര് ഉൾപ്പെടുത്താത്ത സ്ത്രീ ഉണ്ടായിരുന്നു, പാപിയായ സ്ത്രീ ഉണ്ടായിരുന്നു, ലാസറിൻ്റെ പെങ്ങൾ മറിയ ഉണ്ടായിരുന്നു. എന്നാൽ പാപിയായ സ്ത്രീ മഗ്ദലക്കാരി മറിയാണെന്ന് ഒരു പണ്ഡിതന്മാരും വേദപുസ്തകം വെച്ച് തെളിയിക്കാൻ സാധിക്കില്ല. എന്നാൽ മഗ്ദലക്കാരി മറിയയെ കൊടുത്തിരുന്ന നിയോഗം അതൊന്നും അല്ലായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന സുവിശേഷം ലോകത്തിനെ അറിയിക്കുക. ഇതിൽ മറ്റൊരു സുവിശേഷം ലോകത്തിൽ ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല. അധികാലത്തെ മറിയ കല്ലറയ്ക്കൽ പോയി നമ്മൾ വായിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ മറിയ വളരെ പ്രയാസപ്പെട്ടല്ല ചെന്നത്, സന്തോഷത്താലല്ല ചെന്നത്. കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് മറിയ വിശ്വസിച്ചാണ് ചെന്നത്. അവിടെ ചെല്ലുമ്പോൾ കർത്താവിനെ കണ്ടില്ല. മറിയ മറ്റുള്ളവർ പോയ പോലെ തിരിച്ച് പോയില്ല. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമുണ്ട്. പുറകിൽ നിന്ന് കർത്താവ് വരുന്നതിന് മുൻപ് തന്നെ ഒരു ദൂതൻ പറഞ്ഞു, അവിടെ ഒരാൾ പറഞ്ഞു, ജോലിക്കാരൻ പറഞ്ഞു, നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരനുണ്ടായിരുന്ന വിശ്വാസം സാക്ഷി അനുഭവത്തിൽ ജീവിക്കുന്ന നമുക്കുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ബി എ വിറ്റ്നസ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇന്നത്തെ തീമും അതാണല്ലോ, ഓരോ സുവിശേഷ സാക്ഷികളായി തീരുവാനാണല്ലോ. അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരനുണ്ടായ വിശ്വാസം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കുക. കേട്ട മഗ്ദലക്കാരി മറിയ അത് വിശ്വസിച്ചു. അപ്പോൾ മറിയ പുറകിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, കർത്താവിനെ കാണുന്നു, എന്നെ തൊടരുത്. ഈ തൊടരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണോ മാർത്തോമാ സഭ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല. എന്നാൽ കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കുവാൻ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മറിയയ്ക്കാണ്. അതുകൊണ്ട് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ദൈവഹിതമാണെങ്കിൽ അവർ കയറുന്നത് നമ്മൾക്ക് സന്തോഷമായ കാര്യം തന്നെയാണ്. എന്നാൽ മറിയ ഈ സാഹചര്യത്തിൽ കർത്താവിനെ കണ്ടു കഴിഞ്ഞ് കർത്താവ് മറിയയുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, നീ ആരോടും ഇത് പറയരുത്. പക്ഷെ മറിയയ്ക്ക് കർത്താവിനെ കണ്ടുമുട്ടി സന്തോഷം പറയാതിരിക്കാൻ സാധിച്ചില്ല. മറിയ ഓടി ഒളിച്ചും പാത്തു വരുന്ന ശിഷ്യന്മാരോടും ദേശക്കാരോടും ഒക്കെയും സുവിശേഷം പറഞ്ഞു കർത്താവിനെ പ്രൊക്ലെയിം ചെയ്യുവാൻ മറിയ ഒരു ഉത്തമ സാക്ഷിയായിട്ട് മാറിയതായിട്ട് കാണുന്നു. മറിയ ചെയ്ത ആ ഒരു വലിയ ഒരു ധീരത ഇന്നാരും തന്നെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. സമൂഹത്തിൽ ഇറങ്ങുവാൻ തക്ക രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അത്. അവിടെ മറിയ യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ സുവിശേഷം അറിയിക്കുവാൻ മറിയ തയ്യാറായി. യേശുവിൻ്റെ കുരിശീകരണ സമയത്തും ഉയർപ്പ് സമയത്തും ഉയർത്ത് കഴിഞ്ഞ് പുനരുദ്ധാന സമയത്തൊക്കെയും കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മഗ്ദലക്കാരി മറിയ. അതുകൊണ്ടാണ് ഒരു ഉത്തമ സാക്ഷിയായി തീർന്നു എന്ന് ഞാൻ പറയുന്നത്. മറിയയ്ക്ക് യേശുവിന്മേലൊരു അമിതമായ അൺചേഞ്ചിങ് ഫെയ്ത്ത് അതായിരുന്നു മറിയയ്ക്ക് ഉണ്ടായിരുന്നത്. ആ കാലത്ത് മറിയ മാത്രമല്ല, മറ്റ് സ്ത്രീകളും കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ മറിയ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഒരിക്കൽ മറിയ ക്രിസ്തുവിലേക്ക് കടന്നു വന്നതിന് ശേഷം മറിയയിൽ പിന്നെ പാപം ഉണ്ടായിരുന്നില്ല. അവസാന നാൾ വരെയും മറിയ കർത്താവിൻ്റെ കൂടെ ഇരുന്നു. മറിയയെക്കുറിച്ച് മറിയ ജീവിച്ചിരുന്ന ദേശം കാണുവാനായിട്ട് എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചു. സിറ്റി ഓഫ് മഗ്ദലിൻ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. ഷി വാസ് എ ജൂയിഷ് വുമൺ. ഒരു ഫിഷിംഗ് ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയാണ് മറിയ ജനിച്ചിരുന്നതും വളർന്നിരുന്നതും. വേദപുസ്തകത്തിൽ there are 12 times mentioned the name മേരി ദ മഗ്ദലിൻ. 12 പ്രാവശ്യം മഗ്ദലക്കാരി മറിയയെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഏത് കാര്യം പഠിക്കുമ്പോഴും അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഒന്ന് പോകണം. ഗലീല എന്ന് പറയുന്ന തടാകത്തിൻ്റെ ആ കായലിൻ്റെ വെസ്റ്റ് ബേയിലുള്ള ഒരു ചെറിയ പട്ടണമാണ് ദ സിറ്റി കോഡ് ദ മഗ്ദല. മോസ്റ്റ്ലി പീപ്പിൾസ് ആർ സർവൈവിങ് വിത്ത് ഫിഷിംഗ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. മിക്ക അപ്പോസ്തലന്മാരും ഈ തിരുവചനത്തിൽ മർക്കോസ്, ലൂക്കോസ് എല്ലാവരും മറിയയെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും.
നമ്മൾ പറയും മറിയയ്ക്ക് പിശാച് ബാധയായിരുന്നെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ പിശാച് ബാധയൊന്നും അല്ലായിരുന്നു, ഭൂതങ്ങളെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശാരീരികമായോ മാനസികമായോ മറ്റുള്ള ചില സ്വഭാവങ്ങളാൽ മറിയ വലഞ്ഞിരുന്നു. മഗ്ദലക്കാരി മറിയയ്ക്ക് കർത്താവിനോട് ആത്മാർത്ഥമായിട്ട് ഒരു സ്നേഹം. കർത്താവ് തിരഞ്ഞെടുത്തവർക്ക് ചില നിയോഗങ്ങൾ ദൈവനമ്പുരാൻ കൊടുക്കും. മറിയയുടെ നിയോഗം മറിയ ആ ലാസ്റ്റ് മിനിറ്റ് വരെ ഷി വോണ്ട് അക്നോളജ് ദാറ്റ്, അറിയില്ലായിരുന്നു. എന്നാൽ അവസാന സമയത്താണ് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. കാരണം കർത്താവ് നമ്മെ തേടി വരുന്നതിന് മുൻപ് കർത്താവ് ഉള്ളിടത്തേക്ക് മറിയ തേടി ചെന്നു. നമ്മൾ പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? കർത്താവേ നീ എൻ്റെ അടുത്തേക്ക് വരണമേ. നമ്മൾ ഇങ്ങനെ വിളിച്ചു വരുത്തുന്ന അനുഭവമാണ്. ഈ ഹിന്ദു ട്രഡീഷനിലൊക്കെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അവർ ബലിയിടും. ഇങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് കൈ കൊട്ടുമ്പോൾ കാക്കയൊക്കെ വരും എന്ന് പറഞ്ഞ പോലെ വിളിച്ചു വരുത്തുന്ന അനുഭവത്തിലല്ല കർത്താവിനെ വരേണ്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ നാം ഇൻവൈറ്റ് ചെയ്യണം. നമ്മൾ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. ആ ക്ഷണിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം. അങ്ങനെ മറിയ കർത്താവിലേക്ക് തേടിച്ചതപ്പോൾ മറിയ ഇരുന്നിടത്തേക്ക് കർത്താവ് വരികയാണ് ഉണ്ടായത്. കർത്താവിനെ നേരിട്ട് കണ്ട കാര്യം മറിയ പറഞ്ഞിട്ടും വിശ്വസിക്കാഞ്ഞവരും ഉണ്ടായിരുന്നു. എന്നാൽ കൂടെ നടന്നവർ പോലും വിശ്വസിച്ചില്ല. എന്നാൽ അവിടെ മറിയ ആ കൂട്ടത്തിൽ നിന്നും ഹൈലൈറ്റായിട്ട് നിന്നു. അതുകൊണ്ടാണ് ഒരു ഉത്തമ സാക്ഷിയായിട്ട് മറിയ മാറിയത്. കർത്താവിനെ തേടി ഇറങ്ങുന്ന ആൾക്കാർക്ക് കുറേ അനുഗ്രഹങ്ങൾ നമ്മൾ കൊടുത്തായിട്ട് തിരുവചനത്തിൽ കാണുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ടിട്ടുള്ളവർ കർത്താവിനെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ കണ്ടിട്ടില്ലാത്ത നാം ഓരോരുത്തരും ഈ കർത്താവിനെ എത്രത്തോളം വിശ്വസിക്കും? നമ്മളാരും കർത്താവിനെ കണ്ടിട്ടില്ലല്ലോ നേരിട്ട്. എന്നാൽ ചില അനുഭവങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് പറയുക. 2022 ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇടിച്ചിടിക്ക് എൻ്റെ വണ്ടി ടോട്ടലി മുഴുവൻ പൊടിഞ്ഞു പോയി. ആ വണ്ടി 8-10 കൊല്ലം പഴക്കമായ വണ്ടി അല്ലായിരുന്നു. ഇറ്റ്സ് എ ബ്രാൻഡ് ന്യൂ, ഓൺലി 51 മൈൽസ്. ഞാൻ ഫ്രീവേയിൽ പോകുമായിരുന്നു. എൻ്റെ മുമ്പിൽ പോയ വണ്ടിയുടെ ബാക്കിൽ ആ വണ്ടി പെട്ടെന്ന് സ്ലോ ആയി. ഞാൻ ചെന്ന് ഡയറക്റ്റ്ലി പോയി ഇടിക്കുകയായിരുന്നു. ഞാനൊരു പപ്പടം പൊടി സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. എൻ്റെ വിൻഷീൽഡ് വരെയുള്ള സാധനം ക്രാഷ് ഔട്ടായിപ്പോയി. അപ്പോൾ കമ്പനി പബ്ലിഷ് ചെയ്ത അവരുടെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ല ഞാൻ കാണത്തില്ലായിരുന്നു. ആ വണ്ടിയുടെ മെയിൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ whenever there is a crash, the car will itself move forward to the safer side. കാർ മൂവ് ചെയ്തു. ഇപ്പോഴും എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ടയറൊക്കെ റോഡിൽ വരഞ്ഞ് പോയേക്കുന്ന ഫോട്ടോ ഇന്നും എൻ്റെ ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്ന സേഫ്റ്റി മെഷേഴ്സ് അല്ല, എൻ്റെ സ്റ്റിയറിങ്ങിന് മേൽ കർത്താവ് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ ഒരു ഇമ്പാക്റ്റാണ് എൻ്റെ ഷോൾഡർ, നെക്ക്, ബാക്ക്, ലോവർ ബാക്ക് അല്പം കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ കാര്യമാക്കിയില്ല. എന്നാൽ നമ്മുടെ ഈ ലാസ്റ്റ് കോൺഫറൻസിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അല്ല നാളുകൾക്ക് മുമ്പ് വീണ്ടും എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ഒന്ന് വണ്ടി ഇടിച്ചു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ടായതുകൊണ്ട് ഞാനിപ്പം സ്റ്റിൽ ഐ എം ഇൻ എ മെഡിക്കൽ ലീവ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആദ്യത്തെ അപകട സമയത്ത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നുകൊണ്ട് ഞാൻ അത് ഇത്ര കാര്യമാക്കിയില്ലെങ്കിൽ രണ്ടാമത്തെ ഇൻസിഡൻറ്റിൽ ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എൻ്റെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ ബൈ ദ ക്രൈസ്റ്റ് എന്ന് ഞാൻ കണ്ടൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവ് അങ്ങനെയാണ് നമ്മുടെ കൂടെ. ചിലപ്പോൾ നമ്മുടെ മുമ്പിലൊന്നും കാണത്തില്ലായിരിക്കാം, നമ്മുടെ ഭവനത്തിൽ നേരിട്ട് കണ്ടില്ലായിരിക്കാം. ഭിത്തിമേൽ കാണുന്ന ഒന്നും കർത്താവൊന്നുമല്ല, ആരോ വരച്ചു വെച്ചൊരു ഫോട്ടോയാണ്. ഉള്ളിൽ ദർ ഇസ് എ പിക്ചർ വി ഹാവ് ടു ഡിസൈൻ എന്നല്ല, ദ ഗോഡ് വിൽ ഡിസൈൻ ഇൻ അവർ മൈൻഡ്. ആ കർത്താവ് തരുന്ന രൂപമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. ഞാൻ ഓടിപ്പോട്ടെ. അപ്പോൾ മറിയ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ മറിയയ്ക്ക് ഒരു സാക്ഷിയായിട്ട് തീരുവാൻ സാധിച്ചു. മറിയെക്കുറിച്ച് പറഞ്ഞ 4 കാര്യങ്ങളാണ്. Mary Magdalene is the one only the person, the lady person, those who see the risen Christ. Mary was the first person to proclaim the joy of the resurrection Christ. Mary is present at the time of crucifixion and at time of the resurrection. പിന്നെ ഞാൻ പറഞ്ഞു, മേരിയെക്കുറിച്ച് 4 സുവിശേഷങ്ങളിലും ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഗ്ദലക്കാരി മറിയയെക്കുറിച്ച്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും ഈ മേരിക്കുണ്ടായ ഈ കാറ്റഗറിയിൽ പേര് വേണ്ട, ബാക്കിയൊക്കെ വേർ വി ആർ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മേരി ഒരു ഉത്തമ സാക്ഷിയായി ജീവിച്ചതുപോലെ പിന്നീട് എത്ര പേരുണ്ടായിരുന്നു എനിക്കറിയില്ല. എന്നാൽ ഈ സംഭവത്തിന് ശേഷം വി കാൺട്ട് സീ മേരി എനിവേർ ഇൻ ദ ബൈബിൾ.
ഈ പറഞ്ഞേക്കുന്ന ഈ ഘടകങ്ങൾക്ക് ശേഷം മഗ്ദലക്കാരി മറിയെക്കുറിച്ച് വേദപുസ്തകത്തിലെങ്കിലും കാണുന്നില്ല. ഒരു ചരിത്രകാരന്മാരും എഴുതിയായിട്ട് ഞാനും കണ്ടിട്ടില്ല. മറിയയുടെ നിയോഗം ചരിത്രത്തിൽ പിന്നെ കാണുക എന്നുള്ളതല്ലായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുവാനും നിയോഗമായിരുന്നു മറിയയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നിയോഗം കർത്താവിനെ പ്രൊക്ലെയിം ചെയ്യുന്നതാണെങ്കിൽ, ആകേണ്ടതാണെങ്കിൽ, സറണ്ടർ അവർ സെൽഫ് ടു ദ ലോർഡ് മൈറ്റി ഹാൻഡ്. ആ ദൈവം നമ്മളെ നടത്തുന്ന ദൈവമാണ്. കൊയ്ത്തിനും അനേക ആൾക്കാരെ ആവശ്യമാണ്. ഞാൻ പറയുന്നത്, നമുക്കറിയാം ശൗൽ എങ്ങനെ ആയിരുന്നു, പിന്നെ എങ്ങനായി. ഒരിക്കൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിനിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ആരാധനയ്ക്ക് ഞാൻ കേൾക്കുകയും ഉണ്ടായി. മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ മാത്രമല്ല, വീണ്ടും വരുന്ന ക്രിസ്തുവിനെ അത്രേ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. എ ക്രോസ് വിത്തൗട്ട് ക്രൈസ്റ്റ് ഈസ് വർത്ത്ലെസ്. ഇന്ന് ക്രിസ്തു കുരിശിൽ ഉണ്ടോ, അതോ ക്രിസ്തു ഇന്നും നമ്മൾ കുരിശെ തന്നെ ആണി അടിച്ച് വെച്ചേക്കുകയാണോ? ഇപ്പോൾ ഒരു സീസൺ കഴിഞ്ഞു, അടുത്ത സീസൺ വരുന്നു, പുൽക്കൂടുണ്ടാക്കി ഒരു ചെറിയ ഫോട്ടോ അവിടെ വെക്കും. അവിടെ ക്രിസ്തു ഉണ്ടാവില്ല പ്രിയരെ. ക്രിസ്തു ഉണ്ടാവേണ്ടത് നമ്മൾ ഹൃദയത്തിലാണ്. ടു സീ ക്രൈസ്റ്റ് ഇൻ അതേഴ്സ്. ഞാൻ നിങ്ങളിൽ ക്രിസ്തുവിനെ കാണണം. അപ്പോഴേ യു ക്യാൻ സീ ക്രൈസ്റ്റ് ഇൻ മീ. ഞാൻ ക്രിസ്തുവാണെന്ന് നിങ്ങളോട് പറഞ്ഞൊരു കാര്യമില്ല. കാരണം എന്നിലുള്ളത് ക്രിസ്തുത്വം ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ യു കനോട്ട് സീ ക്രൈസ്റ്റ് ഇൻ മീ. ഫസ്റ്റ് ഓഫ് ഓൾ ടു സീ ക്രൈസ്റ്റ് ഇൻ അതേഴ്സ്. മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണാൻ സാധിക്കണമെങ്കിൽ ആ കണ്ണുകൾ നമുക്കുണ്ടെങ്കിൽ ദേ ഓൾസോ ക്യാൻ സീ ക്രൈസ്റ്റ് ഇൻ ദെയർ ഐസ്. അവരുടെ കണ്ണിലും ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും. അങ്ങനെയായി തീരണം നമ്മുടെ സാക്ഷ്യ ജീവിതം. ഞാൻ ഓടിപ്പോകട്ടെ. രണ്ടാമത് ഞാൻ പറഞ്ഞു, പ്രോഫറ്റ് ജോന ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളോട്. ഉത്തരം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിന്തിച്ചാൽ മതി. യോന വഴിതെറ്റി നിനവയിലേക്ക് പോകേണ്ട യോന തർശീശിലേക്ക് പോയത് ഇറ്റ്സ് ദ ഗോഡ്സ് വിൽ ഓർ നോട്ട്? നമ്മളെല്ലാം പറഞ്ഞ് യോന അനുസരണക്കേട് കാണിച്ചെന്ന്. നിങ്ങളുടെ അഭിപ്രായം, ആർക്കെങ്കിലും അനുസരണക്കേട് കാണിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ത്രൂ ദ ബൈബിൾ ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. യോന ഡിഡ്ന്റ് മേഡ് എനി മിസ്റ്റേക്ക്. എൻ്റെ കണ്ടുപിടുത്തമല്ല, എൻ്റെ ഇൻ്റർപ്രിട്ടേഷനുമല്ല, ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം മാത്രം. എന്താണെന്ന് ഞാൻ പറയാം. യോന ആരായിരുന്നു? യോനയുടെ പിതാവിൻ്റെ പേരൊക്കെ അവിടെ പറയുന്നുണ്ട്. ബുക്ക് ഓഫ് ജോന ചാപ്റ്റർ 1 വേഴ്സ് 8 ഓൺവേഴ്സ് വായിക്കുമ്പം, അമിതായുടെ മകനായ യോനയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ഇന്നിടത്തേക്ക് നീ നിനവയിലേക്ക് പോകണം. അവിടെ ചെന്നിപ്പം അരിസോണയിൽ നിന്ന് സന്നദ്ധ സുവിശേഷ സംഘ ദിവസം സിയാറ്റിൽ വന്നിട്ട് സിയാറ്റിനെതിരായിട്ട് പ്രസംഗിക്കാൻ പോയാൽ 100% ഷുവർ ഐ വോണ്ട് ബി എൻ്റർ ഇൻ ദ ഡെൽറ്റ എയർലൈൻസ്. കൈയും കാലും തല്ലി ഓടിക്കും. എതിരായി പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ അതിനെ പേടിച്ച് യോന വേറെ വഴിയായിട്ട് പോയി. നമ്മൾ ചിന്തിക്കും വേറെ വഴിയായിട്ട് പോകുന്നതൊക്കെ എല്ലാം നമുക്ക് ദൈവം നിന്നയായിരിക്കുമെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ നമ്മൾ വേറെ വഴി പോയേ പറ്റുള്ളൂ. ബട്ട് വി വോണ്ട് ടേൺ ഇൻ ടു റോങ് പ്ലേസ്. എത്രയിടത്ത് എത്തിക്കും. യോനോട് പറഞ്ഞെന്താണ്? നീ 3 ദിവസത്തെ വഴി യാത്ര ചെയ്ത് നിനവേൽ ചെല്ലണം, ആ ദേശത്തിനെതിരായിട്ട് പ്രസംഗിക്കണം. യോന വേറെ വഴിയെ പോയി. എത്ര ദിവസം പോയതൊന്നും എഴുതിയിട്ടില്ല. കപ്പലിൽ കയറി പോകുമ്പോൾ ആ കപ്പലിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാവരും ഉള്ളപ്പോൾ യോന അതിൻ്റെ ബോട്ടത്തിൽ പോയി കഴിഞ്ഞ് ഒന്ന് ഉറങ്ങുകയായിരുന്നു. നമ്മൾ ആരാധനയ്ക്ക് വരുമ്പം ചില പ്രസംഗം കേൾക്കുമ്പോൾ ഉറങ്ങുന്ന പോലെ. അപ്പം യോന നല്ല ഉറക്കമായിരുന്നു. കപ്പൽ പോകുന്ന സമയത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു. എല്ലാവരെയും തട്ടി ഉണർത്തി വിളിക്കുന്നു. യോന സ്റ്റിൽ ഉറക്കമായിരുന്നു. യോനയുടെ അടുത്ത് യോനയെ വിളിച്ചു. അവർ യോനയോട് സംസാരിക്കുമ്പോൾ യോന ഒരു പ്രവാചകനാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അപ്പോൾ യോനയോട് മാത്രം പറയാൻ ഒരു പേടി, കാരണം ഒരു പ്രവാചകനാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ യോന പറയുന്നുണ്ട്, ഞാനാണ് തെറ്റുകാരൻ, ത്രോ മീ എവേ ടു ദ സീ. ഒന്ന്, ദൈവവേലയിലായിരിക്കുമ്പോൾ തെറ്റുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അപ്പോഴും യോനയ്ക്ക് അറിയില്ല. എന്താണ് യോനയുടെ എയിം? യോന ഡസൻ നോ. യോനയ്ക്ക് അറിയാവുന്ന കാര്യം, ഞാൻ നിനവേലേക്ക് പോകണം, വഴി തെറ്റിപ്പോയി, ഞാൻ തർശീശിലേക്ക് പോയി. അവസാനം യോന പറഞ്ഞിട്ട് നിർബന്ധിച്ച് അവരെ ഒരു കുറിയൊക്കെ എഴുതി ഇങ്ങനെ ലോട്ടിടുന്ന പോലെ എടുത്തപ്പോൾ ദ നെയിം ഷോസ് ജോന എടുത്ത് കടലിൽ കളഞ്ഞു. ആ കടലിൽ കളയുന്ന സമയത്ത് എഴുതിയൊരു വാക്യമുണ്ട്. അതുവരെ ആ ബോട്ടിലുണ്ടായിരുന്നവർ ദേ പ്രേയ്ഡ് ഓൺ ദെയർ ഓൺ ഗോഡ്സ് ആൻഡ് ഗോഡസ്. അവരവരുടെ ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ ഗോഡിനെ ആരാധിക്കുന്ന ഒരു സമൂഹമായിരുന്നു ആ ബോട്ടിലുണ്ടായിരുന്നത്. യോന വെള്ളത്തിൽ വീഴുകയും കടൽ ശാന്തമാകുകയും ചെയ്തപ്പോൾ അടുത്ത വാക്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അവർ സത്യദൈവത്തെ ആരാധിച്ചു. അപ്പോൾ യോനയുടെ പർപ്പസ് നിനവേ പോയി ജനത്തിനെ നേരെയാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവമില്ലാത്തൊരു സമൂഹത്തിന് മുന്നിൽ വന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് യോന അവിടെ പ്രസംഗിച്ചിട്ടേ ഇല്ല.
ഒരു വാക്ക് പോലും യോന പറഞ്ഞിട്ടില്ല. എന്നാൽ ത്രൂ ആക്ഷൻ അല്ല, ദൈവം ഇടപെടുന്നത് സം സിറ്റുവേഷൻസ്, ചില അനുഭവങ്ങൾക്കൂടെയാണ് ദൈവം ഇടപെടുന്നത്. അവരവരുടെ ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ യോന അവിടെ ദൈവത്തിലേക്ക് തിരിച്ചു വരണം, മടങ്ങി വരണം ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ്റെ കുറ്റം അംഗീകരിക്കുക മാത്രമേ. ഹി അക്സെപ്റ്റഡ് ഇസ് ഫെയിലിയർ അല്ലെങ്കിൽ ഡിസോബിയനസ്, അത് അംഗീകരിക്കുക മാത്രമേ ചെയ്തത്. അവിടെ നമ്മൾ വായിക്കുന്നത് അവരവർ ദൈവത്തെ ആരാധിച്ചു. യോന വെള്ളത്തിൽ വീണ് കഴിഞ്ഞുടനെ അവിടെ നിനവേലേക്ക് യോന പോകുമെന്ന് യോനയ്ക്ക് അറിയില്ല. ഓൺ ദ സെയിം ടൈം അവിടെ ഒരു മത്സ്യമായിരിക്കുക, അല്ലെങ്കിൽ ഒരു ബ്ലൂ വെയിലായിരിക്കുക, എന്തോ യോനയെ വിഴുങ്ങി. അവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദ ലോഡ് ഈസ് എ പ്രൊട്ടക്റ്റിംഗ് ഗോഡ്. ആദ്യം പറഞ്ഞു, എൻ്റെ ഒരു അപകട സമയത്ത് എൻ്റെ സ്റ്റിയറിംഗ് വീലിൽ എനിക്ക് ബ്രേക്ക് ആക്ഷൻ ചെയ്യാൻ പറ്റിയില്ല, എനിക്കൊന്നും ചെയ്യാൻ, വണ്ടി സ്റ്റിൽ ലോക്ക്ഡായിപ്പോയി. ആ സ്റ്റിയറിംഗ് വീൽ കർത്താവ് ഇരുന്ന പോലെ ഒരു മത്സ്യത്തെ യോന അവിടെ ഒരുക്കിയിരുന്നു. ഈ യോന മത്സ്യത്തിന് വയറ്റി പോയപ്പോൾ യോന ഡസൻറ്റ് നോ ദാറ്റ് വേർ ദിസ് മീൻ ഗോസ്. അത് മീനെന്നാണ് യോന കണ്ടിട്ടില്ല. ഒരു ഓപ്പണിങ് കണ്ടു, നേരെ അതിനോട്ടങ്ങ് പോവുകയാണ് ചെയ്തത്. എന്നാൽ ആ മീനിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ യോന തെറ്റ് യോന വീണ്ടും പരിതപിക്കുന്നു, അംഗീകരിക്കുന്നു, ദൈവത്തോട് ഏറ്റുപോകും, അയ്യം വിളിച്ച് കരയുന്നു. ആ വാക്ക് നിങ്ങൾ അത് വായിച്ചാൽ മതി. ആ 4 ചാപ്റ്ററേ ഉള്ളൂ, വളരെ ഈസിയാണ് വായിക്കാൻ, ഇൻട്രസ്റ്റിംഗ്, ഒരു മൂവി കാണുന്ന പോലെയുള്ളത് വായിക്കുന്നത്. അവിടെ ദൈവവേലയിലേക്ക് കടന്നു വരേണ്ട ഒരു ദൈവ പൈതൽ എത്ര ടേൺ ബാക്ക് ചെയ്ത് പോയാലും ഗോഡ് വിൽ ബ്രിങ് ദാറ്റ് പേഴ്സൺ ഓൺ ദ സെയിം ട്രാക്ക്. ബിക്കോസ് നമ്മളെ നമ്മൾ പറയും ഈ സോളാർ സിസ്റ്റം ഒക്കെ പഠിക്കുമ്പോൾ ഈച്ച് വൺ ട്രാവലിംഗ് ഇൻ എ ഓർബിറ്റ്. ഈ ഓർബിറ്റിൽ നിന്ന് മാറിപ്പോൾ ഒന്നും സംഭവിക്കത്തില്ല, മാറിപ്പോയാൽ സർവ്വതും നശിക്കും. സോ എ ഗോഡ്സ് ചൈൽഡ് ഓൾസോ നീഡ് ടു ട്രാവൽ വിത്തിൻ ദ ഓർബിറ്റ്. ഇത് വെളിയിൽ പോകാൻ നമുക്ക് സാധിക്കില്ല. സംടൈംസ് ദർ മേ ബി സം ടെംപ്റ്റേഷൻസ്, പക്ഷെ ദൈവം മടക്കി വരുത്തേണ്ടവനെ മടക്കി വരുത്തും. ദാറ്റ്സ് വാട്ട്സ് ജോനാസ് ഹിസ്റ്ററി. അവിടെ യോനയ്ക്ക് 2 നിയോഗങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ നിയോഗം 1-ാമത്തെ ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ആദ്യത്തെ നിയോഗം എന്തെന്ന് ചോദിച്ചാൽ, നീ നിനവയിലേക്ക് പോകണം, അവിടെ ഇന്നതുപോലെ നീ പ്രസംഗിക്കണം, കാരണം ആ ദേശത്തിൻ്റെ കഷ്ടത വളരെ പെരുകിയിരിക്കുന്നു. ആ കഷ്ടതയെക്കുറിച്ചൊക്കെ അവിടെ വിവരിക്കുന്നുണ്ട്. എന്നാൽ യോന അവിടുന്ന് പോകാൻ പേടിച്ച് ഓടിപ്പോയ പോക്കാണ് കപ്പലിൽ നിന്ന് വെള്ളത്തിൽ വരെ വീണേക്കുന്നത്. ഏലിയാവിനെ ചൂരച്ചെടിയുടെ മറവിൽ മറഞ്ഞിരുന്നപ്പോൾ കണ്ടൊരു ദൈവം, യോന വഴിതെറ്റിപ്പോയപ്പോൾ കണ്ടൊരു ദൈവം, ഞാനും നിങ്ങളും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കണ്ടൊരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ബിക്കോസ് ദാറ്റ്സ് എ ലിവിങ് ഗോഡ്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി 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 അനുഗ്രഹങ്ങളായിട്ടുള്ള ഓർക്കാനുള്ള കാരണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ബുധനാഴ്ച ഞാൻ പറഞ്ഞൊരു ടെസ്റ്റിമണിയാണ്. എൻ്റെ മോന് ഇപ്പോൾ 17 വയസ്സ് കഴിഞ്ഞു. അതായത് പിന്നെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. ഡോക്ടേഴ്സ് ഒത്തിരി മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്തു. എല്ലാ മെഡിക്കേഷനും എൻ്റെ വൈഫ് മെഡിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇൻഷുറൻസ് ഡിനേ നമ്മൾ ചെയ്താൽ അവർ നമുക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ മെഡിക്കേഷൻ മുഴുവൻ ഡിനേ ചെയ്യാൻ എഴുതി കൊടുത്തു. പക്ഷേ ദൈവകൃപയാൽ ഒരു മരുന്ന് പോലും അവന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഒറ്റ മരുന്ന് ചെയ്തുള്ളൂ, പ്രാർത്ഥിച്ചു. കുടുംബമായിട്ട് പ്രാർത്ഥിച്ചാൽ മാറാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് നിനവേലെ പട്ടണത്തിൽ യോന അവിടെ ചെന്ന് കഴിഞ്ഞ് 3 ദിവസം യാത്ര കടലിൽ കൂടെ ചെയ്ത് നിനവേ പട്ടണത്തിൽ ചെന്ന് യോന 40 ദിവസം പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ ആ ദേശത്തുള്ളവർ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. പക്ഷേ യോനയുടെ, ഞാൻ പറഞ്ഞല്ലോ, യോന നിനവയിലേക്ക് പോകേണ്ട യോന തർശീശിലേക്ക് പോയി ദൈവനിശ്ചയമായിരുന്നു എന്ന് ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞത്, അവർ ദൈവത്തെ ആരാധിച്ചു. 2ാമതൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. മനുഷ്യപുത്രൻ ഭൂമിയിൽ 3 രാവും 3 പകലും കിടക്കുന്നത് പോലെ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും കിടക്കും എന്ന് ബുക്ക് ഓഫ് മാത്യുവിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഫസി അക്കംപ്ലിഷ് ചെയ്യണമെങ്കിൽ യോന എവിടേക്ക് പോകണമായിരുന്നു? തർശീശിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ദൈവവചനം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ യോന അനുസരണക്കേട് കാണിച്ചു എന്ന് പറഞ്ഞേക്കാൾ ഉപരി ദൈവം യോന പോലും അറിയാതെ, നമ്മളെല്ലാവരും പ്രൈഡും പ്രൗഡും ഉള്ളവരാണ്. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു അവകാശപ്പെടും. യോന ചെയ്ത കാര്യത്തിന് റിസൾട്ട് യോന അറിഞ്ഞിരുന്നില്ല. ആ കപ്പലിലുള്ളവരെ ദൈവത്തെ അറിഞ്ഞിരുന്നു, യോന അറിഞ്ഞിരുന്നില്ല. മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും സഞ്ചരിക്കുന്നു, യോന അറിഞ്ഞിരുന്നില്ല. ദൈവത്തെ അറിയാത്ത ഒരു ദേശത്ത് ചെന്നപ്പോൾ അവർ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുമെന്ന് യോന അറിഞ്ഞിരുന്നില്ല. എന്നാൽ യോന അവിടെ ചെന്ന് കഴിഞ്ഞ് അവരിലുണ്ടായ മാറ്റം വളരെ വലുതാണ്. ആ മാറ്റം കണ്ടു കഴിഞ്ഞ്
പിന്നീട് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യോന കരയിൽ വന്ന് 3-ാമത്തെ ചാപ്റ്റർ വായിക്കുമ്പോൾ യോന നിനവേ പട്ടണത്തിൽ ചെന്നു. അവിടെ ഒരു കാര്യം മാത്രം, സത്യ ആരാധനയിൽ പിതാവിൻ്റെ നാമം ഉയർത്തപ്പെടണം. ദ ഗോഡ് ഹാവ് ടു റൈസ് അപ്പ്. ദൈവനാമം ഉയർത്തപ്പെടണം. ഇന്ന് പല ആരാധനകളിലും ദൈവനാമം ഉയർത്തപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. സ്വയം പുകഴ്ച മാറ്റിവെച്ച് ദൈവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, യോനയെപ്പോലെ, മേരി ദ മഗ്ദലിനെ പോലെ ഈ 2 ക്യാരക്ടർ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നമുക്കും പറയാൻ പറ്റുമോ, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും, ആർ എനിക്ക് വേണ്ടി ചെയ്യും? ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 6 വേഴ്സ് 8 ആണ്. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, എനിക്ക് ശക്തി നൽകി തമ്പുരാൻ വിശ്വസ്തനാണ്. കർത്താവ് തന്നെ ദൈവമെന്ന് ഏറ്റുപറയും വിശ്വസിക്കുകയും ചെയ്താൽ മാത്രം മതി. ദൈവം നമ്മെ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഇന്ന് സാക്ഷീകരണം ക്രിസ്തീയ ജീവിതത്തിൽ പ്രധാനമായിട്ടൊരു ഘടകമാണ്. സാക്ഷ്യം പറഞ്ഞാൽ മാത്രം നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രയാസമാണ്. ദൈവം നമുക്ക് തന്ന നന്മകൾ മറ്റുള്ളവർ പോയി പറയുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു ഉത്തമ സാക്ഷിയായിട്ട് ഈ കർത്താവിൻ്റെ വേലയിൽ നമുക്കായിത്തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സൂചനകളും കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. എന്നാൽ വരുമ്പോൾ സറണ്ടർ അവർ സെൽഫ് ടു ദ മൈറ്റി ലോഡ്. കുറവുകളും കുറ്റങ്ങളും നമുക്കുണ്ടാകുമായിരിക്കാം, അല്ലേ? ഉണ്ട്. അത് ദൈവം തമ്പുരാൻ്റെ കരങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ തുച്ഛം. കൊയ്ത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ആരെ അയക്കേണ്ടു എന്ന് ചോദിക്കുമ്പോൾ അടിയനെ അയക്കണമേ എന്ന് പറയുവാൻ നമുക്കോ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സാധിക്കുവാൻ തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഒരാൾ